ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ. അപ്പൊ നമ്മുടെ 2-3 എക്സാംസിന്റെ ഡേറ്റ് ഒക്കെ PSC മാറ്റി വരുന്നത് അറിഞ്ഞാവില്ല അല്ലെ? അതുപോലെ അതിന്റെ സിലബസും മാറിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിസ്കഷൻ വീഡിയോ ആയിട്ടാണ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. സിലബസ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, KWA 3rd ഗ്രേഡ് എക്സാം അതേപോലെ വർക്ക് സൂപ്രണ്ടന്റ് എക്സാമുകളായിരുന്നു നമുക്ക് സെപ്റ്റംബർ 23-ന് PSC സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് മെക്കാനിക്കൽ ആസ്പിറൻസിനും അതേപോലെ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ആ ഡിപ്പാർട്ട്മെന്റുകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ PSC സിലബസ് ഒന്ന് റിവൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനീഷ്യലി നമ്മുടെ സിവിലുമായിട്ട് ബന്ധപ്പെട്ട സിലബസ് ആയിരുന്നു മെയിൻലി ഉണ്ടായിരുന്നത്. അപ്പൊ ഈ എല്ലാ ആൾക്കാർക്കും അപ്ലൈ ചെയ്യുന്നുണ്ട് അതൊരു തെറ്റായ കാര്യമാണെന്നുള്ള ഒരു ഐഡിയയുടെ ബേസിൽ എല്ലാ ആൾക്കാർക്കും ഉള്ള കുറച്ച് കാര്യങ്ങൾ ആ ഒരു സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പുതിയ സിലബസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് പുതിയ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്, എത്ര വെയിറ്റേജുകളാണ് ഓരോ സബ്ജക്റ്റുകൾക്കും വരുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ കോമൺ എക്സാം ആയിട്ടുള്ള KWA 3rd ഗ്രേഡ് എക്സാം, അതിനോടൊപ്പം വരുന്ന കാറ്റഗറി നമ്പേഴ്സ് 33/2024 ആൻഡ് 238/2024 രണ്ട് എക്സാമുകളാണുള്ളത്. ഈ എക്സാമിന്റെ സിലബസിൽ ആദ്യം തന്നെ സിവിലിന്റെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സിവിലിൽ ഫസ്റ്റ് തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണുള്ളത്. ആക്ച്വലി അത് സിവിലിനും മെക്കിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക് ആണ്. അതൊരു പ്രശ്നം തന്നെയാണല്ലേ? അത് ആദ്യത്തെ ഒരു 2-3 ടോപ്പിക്സ് ബേസിക്കലി എല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട്, അത് നമുക്ക് സിവിലുകാർക്കും അതുപോലെ മെക്കാനിക്കലുകാർക്കും അത്യാവശ്യം ഒരു ഐഡിയ ഉള്ള ഒരു സബ്ജക്റ്റുകളാണ്. പക്ഷെ അത് സിവിലിന്റെ ഹെഡിലാണ് വന്നിട്ടുള്ളത്. 10 മാർക്കാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിൽ നിന്ന് വെയിറ്റേജ് ആയിട്ട് വന്നിട്ടുള്ളത്. ആദ്യം പറയുന്നത് ആ ഒരു കേരള വാട്ടർ അതോറിറ്റി അതിന്റെ കൂടിയുള്ള ആ ഒരു സിലബസ് ആണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പിന്നെ മറ്റേ ആ ഒരു സോയിൽ ആൻഡ് സോയിൽ കൺസർവേഷൻ ആൻഡ് സർവേ ഡിപ്പാർട്ട്മെന്റിലുള്ള ആ ഒരു വെയിറ്റേജ് ആണ് നമ്മൾ ലാസ്റ്റ് പറയും. അപ്പൊ ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഓട്ടോ ക്യാഡും അതുപോലെ തന്നെയാണ് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്സ് ആണ്. അപ്പൊ അതിന്റെ അകത്ത് കമ്പൈൻലി എന്താണ് ഒരു 14 മാർക്കിന്റെ സബ്ജക്ട്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞ ആ ഒരു 10+ ഈ ഒരു 14 മാർക്സ് രണ്ട് ആൾക്കാർക്ക് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് അറിയുന്ന ഒരു ഏരിയ ആണ് അല്ലെ? അത് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഒന്ന് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ എഴുതാൻ പറ്റാവുന്ന കാര്യങ്ങളാണ് ആ ഒരു സബ്ജക്റ്റുകളിലൊക്കെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തൊരു സബ്ജക്ട് സർവേ ആണ്. സർവേ പഠിച്ചു കഴിഞ്ഞാൽ 2 ഗുണം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ സിലബസിൽ. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്ന, അതായത് അഗ്രികൾച്ചർ കൂടെ വന്നിട്ടുള്ള സിലബസിൽ സർവേ 15 മാർക്കിന്റെ വെയിറ്റേജിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 എക്സാമിനും നമുക്ക് വെയിറ്റേജ് കൂടുതലായിട്ട് സർവേ പറയാം അല്ലേ സർ? സർവേ നമ്മുടെ KWA എക്സാമിന് 9 മാർക്ക് വെയിറ്റേജ് ആണുള്ളത്. അതിൽ മോഡേൺ ഇൻസ്ട്രുമെന്റ്സ് അടക്കമാണ് 9 മാർക്ക് വെയിറ്റേജ് വന്നിട്ടുള്ളത്. പിന്നെ വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ അതുപോലെ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ്. അത് രണ്ടും കൂടി എന്താണ് ഒരു ടോട്ടൽ 20 മാർക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഫസ്റ്റ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന് കുറച്ചും കൂടി കൂടുതൽ വെയിറ്റേജ് നമ്മുടെ ആ ഒരു ഈ 2 സബ്ജക്റ്റിനോട് കൊടുത്തിട്ടുണ്ട്. അത് അടുത്ത എക്സാമിന് നമ്മൾ പറയുന്ന ആ ഒരു സോയിൽ കൺസർവേഷന്റെ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന എക്സാമിന് കുറച്ചൊരു വെയിറ്റേജ് കുറവായിട്ടാണ് ഉള്ളത്. നമുക്ക് ആ ഒരു കമ്പാരിസൺ ലാസ്റ്റ് ടേബിളിൽ നോക്കാം. ശരി, അടുത്തതായിട്ട് എല്ലാവർക്കും, അതായത് മെക്കാനിക്കൽ ആസ്പിറൻസ് ആണെങ്കിലും സിവിൽ ആസ്പിറൻസ് ആണെങ്കിലും ഏകദേശം ഒരു ഐഡിയ ഉള്ള സബ്ജക്റ്റ് ആണ് ഹൈഡ്രോളിക്സ്. ഹൈഡ്രോളിക്സിനോടൊപ്പം തന്നെയാണ് ഇറിഗേഷന്റെ സിലബസും വന്നിരിക്കുന്നത്. ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സിലബസിലുള്ളത്. അതായത് നിങ്ങൾക്ക് അറിയാം, മൊത്തം ഒന്നുമില്ല, ആദ്യത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്ത് 9 മാർക്ക് വെയിറ്റേജിലേക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി മെക്കാനിക്കലിലേക്ക് കിടക്കാം. മെക്കാനിക്കൽ അറിയാലേ കുറെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിന്റെ ഭാഗമായിട്ടാണ് അവര് എന്റെ സിലബസിൽ ഒരു ചെറിയൊരു പൊളിച്ചെഴുത്ത് ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. മെക്കാനിക്കലുകാരുടെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഡക്ഷൻ ഡ്രോയിങ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ അകത്ത് ടോട്ടൽ ആയിട്ട് ഒരു 5 മാർക്സ് നമുക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഈ ഒരു വെയിറ്റേജ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് അടുത്തത് മൊഡ്യൂൾ 2, അതായത് നമ്മുടെ ഫാസ്റ്റ്നേഴ്സ്, കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു മൊഡ്യൂൾ ആണ്. അതായത് ബോൾട്ട്, ഫാസ്റ്റ്നേഴ്സ് എന്ന് പറഞ്ഞാൽ ബോൾട്ട്, വെൽഡ്, ലോക്കിംഗ് ഡിവൈസ്, ഇതൊക്കെ കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നിട്ടുണ്ട്. ഫാസ്റ്റ്നേഴ്സ് അതായത് ത്രെഡിന്റെ കാര്യങ്ങള്, സ്ക്രൂയുടെ കാര്യങ്ങളൊക്കെ ഒറ്റ മൊഡ്യൂൾ ആയിട്ട് 3 മാർക്ക് ഉണ്ട്. വെൽഡ് 2 മാർക്ക് ഉണ്ട്. ലോക്കിംഗ് ഡിവൈസ് 3 മാർക്ക് ഉണ്ട്. മൊത്തം 8 മാർക്കാണ് മൊഡ്യൂൾ 2 വരുന്നത്. പിന്നെ വരുന്നത് ആ ഒരു പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവിറ്റഡ് ജോയിന്റ്സിന്റെ കേസാണ്. അത് നമ്മുടെ സിവിലുകാർക്കും കുറച്ച് നമ്മൾ പഠിക്കാറുള്ള സാധനം ഒരു പൈപ്പ് ജോയിന്റ്സിന്റെ കേസ് അല്ലേ? അപ്പൊ അതിനകത്ത് ആ ഒരു റിവറ്റ് കണക്ഷൻ കൂടി വരുന്ന രീതിയിൽ ഏതാണ് ഒരു 5 മാർക്കാണ് ആ ഒരു സബ്ജക്റ്റിനകത്ത് വെയിറ്റേജ് വരുന്നത്. അതേപോലെ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് ഗിയർ ഡ്രൈവ് അതേപോലെ ബെൽറ്റ് ഡ്രൈവിന്റെ കാര്യങ്ങളാണ്. അത് മൊത്തത്തിൽ 4 മാർക്ക് 3 മാർക്ക് സ്പ്ലിറ്റ് ആണ് വന്നിരിക്കുന്നത്. മൊത്തം 7 മാർക്ക് ഉണ്ട്. അതേപോലെ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 5 മാർക്ക് വെയിറ്റേജ് ആണ് PSC തന്നിട്ടുള്ളത്.
നെക്സ്റ്റ് വരുന്നത് ലിമിറ്റ്സ് ഫിറ്റ് ആൻഡ് ടോളറൻസ്. അത് ബേസിക്കലി ആ ഒരു മെക്കാനിക്കൽ പ്രൊഡക്ഷൻ്റെ ഒക്കെ വാങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ബിയറിംഗ്സിന്റെ കേസ് ആ രണ്ട് ടോപ്പ് മൊഡ്യൂൾസും കൂടി കൂടിയിട്ട് ഒരു 8 മാർക്കിന്റെ ഒരു വെയിറ്റേജ് PC കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറയുന്ന ഒരു കമ്പാരിസൺ അല്ലെ. അപ്പൊ ഈ ഫസ്റ്റ് ടേബിളിലുള്ള നിങ്ങൾക്ക് ആ ഒരു കാറ്റഗറി നമ്പർ നോക്കിയാൽ അറിയാം ആ കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന്റെ ആ ഒരു വെയിറ്റേജിന്റെ ആ ഒരു സബ്ജക്റ്റിന്റെ ആ ഒരു എക്സാമിന്റെ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിന്റെ അപ്പുറത്തുള്ളതാണ് ആ ഒരു സോയിൽ സർവേ ആൻഡ് കൺസർവേഷന്റെ അകത്ത് വരുന്ന ആ ഒരു സബ്ജക്ട് വെയിറ്റേജ്. ഇത് ഈ ഒരു സബ്ജക്ട് വെയിറ്റേജിൽ മാർക്കുകളുടെ ഒരു വ്യത്യാസം വരാനുള്ള റീസൺ അതിലേക്ക് അഗ്രികൾച്ചറുകാരെയും കൂടെ കൺസിഡർ ചെയ്തു എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇക്വലൻസി വെച്ചിട്ട് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കും ഈ ഒരു എക്സാം എഴുതാൻ സാധിക്കും. അപ്പൊ ഈ സബ്ജക്റ്റുകളുടെ സ്പ്ലിറ്റിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആദ്യത്തെ അതായത് കാറ്റഗറി നമ്പർ 33/2024 238/2024 എക്സാമുകൾക്ക് 10 മാർക്ക് വെയിറ്റേജ് വരുന്നുണ്ട്. പക്ഷേ രണ്ടാമത്തെ എക്സാമിന് 8 മാർക്ക് വെയിറ്റേജ് ആണ്. യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ വരുമ്പോൾ 6, 5 എന്നുള്ള പോലെ വരും. ക്യാഡ് യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ഇതൊക്കെ കോമൺ തന്നെയാണ് സിവിലിനും മെക്കിനും. ഓട്ടോക്യാഡ് 8, 7 വലിയ വ്യത്യാസമില്ല. സർവേയിലാണ് വലിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പഠിക്കുന്ന ആൾക്കാർ സർവേ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. സർവേ നിർബന്ധമായിട്ട് പഠിക്കാം. ഫസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന് എല്ലാത്തിനും വെയിറ്റേജ് കൂടുതലായിട്ട് കാണാൻ പറ്റും. ആകെ സർവേക്ക് മാത്രമാണ് ഒരു തിരിവാട് വന്നിട്ടുള്ളത്, ഒരു റിവേഴ്സ് വന്നിട്ടുള്ളത്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 62 മാർക്സ് ആണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ആയിട്ട് ആ ഒരു എക്സാമിന് വരുന്നത്. അതുപോലെ എന്താണ് നമ്മുടെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ സിവിലില് 55 മാർക്ക് ഉണ്ട്. ആ 55 ആയതിന്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു. അവിടെ അഗ്രികൾച്ചറിന്റെ വെയിറ്റേജ് ഒരു 20 മാർക്ക് അവിടെ അഗ്രികൾച്ചറിന്റെ കേസിൽ അവിടെ നമുക്ക് ആ ഒരു സിലബസ് തന്നിട്ടുണ്ട്. ഈ 55 നമ്മൾ വെയിറ്റേജ് എഴുതിയിരിക്കുന്നത് സർവേനെ നമ്മുടെ സിലബസിൽ അഗ്രികൾച്ചറിന്റെ കൂട്ടത്തിലാണ് സർവേ ഉള്ളത്. പക്ഷെ നമ്മൾ നേരെ പിടിച്ച് എന്തിലേക്ക് ഇട്ടു, സിവിൽ ടോപ്പിക്കിലേക്ക് ഇട്ടിട്ടാണ് നമ്മുടെ സ്വന്തം ആളാണ്. അതുകൊണ്ടാണ് ഈ വെയിറ്റേജ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ബാക്കി സബ്ജക്റ്റുകളൊക്കെ ഏകദേശം ആ രീതിയിൽ തന്നെയാണ്. ആദ്യൊരു വലിയ ഡിഫറൻസ് വരുന്നത് സർവേക്ക് മാത്രമാണ്. നമുക്ക് ജസ്റ്റ് മെക്കാനിക്കൽ കേസ് ആ സെയിം സാധനം തന്നെയാണ്. നമുക്ക് 7 മൊഡ്യൂൾസ് ഉണ്ട്. അതിൽ ആ ഒരു കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന്റെ വെയിറ്റേജ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ അകത്ത് എല്ലാത്തിനും 2-3 മാർക്കൊക്കെ കുറച്ചിട്ടാണ് ആ ഒരു സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ എക്സാമിന് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതില് 38 മാർക്സ് കേരള വാട്ടർ അതോറിറ്റി എക്സാംസിന് മെക്കാനിക്കൽ ഉണ്ട്. അതുപോലെ 25 മാർക്സ് നമ്മുടെ ആ ഒരു സോയിൽ സർവേ കൺസർവേഷൻ എക്സാമിന്റെ ആ ഒരു സിലബസിലുണ്ട്. ഈ ഒരു 25 എന്ന് പറഞ്ഞാലും നമ്മൾ സർവേ പറയുന്ന പോലെ തന്നെ ഈ പറഞ്ഞ ഓട്ടോക്യാഡ്, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, യൂണിറ്റ് ആൻഡ് മെൻസുറേഷൻ ഒക്കെ അപ്പുറത്ത് സിവിലിൽ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരും വിഷമിക്കരുത് 25 ഉള്ളൂ മെക്കിനെന്ന് പറഞ്ഞിട്ട്. 25 അതെ കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സിലബസിൽ കൊടുത്ത കാരണം ആ ഒരു ഓർഡർ ഒന്ന് എഴുതി പറഞ്ഞ് നിങ്ങൾ സിവിലിന്റെ കൂട്ടത്തിൽ കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ അകത്ത് ഏകദേശം ആ ഒരു 20-25ഓളം മാർക്ക് ആ രണ്ടാൾക്കാരും കോമൺ ആയിട്ട് വരുന്ന മാർക്കുകളാണ്. ഇനി നമുക്ക് ആ ഒരു അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സോ അത് ബേസിക്കലി ഈ ഒരു സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ കാറ്റഗറി നമ്പർ 385/2024. അപ്പൊ അതിൽ സിവിൽ ആൻഡ് മെക്കാനിക്കലിന് നമ്മൾ പറഞ്ഞ ഒരു 80 മാർക്സ് ആണ്. അതിൽ 55 മാർക്സ് നമ്മൾ ആ ഒരു കോമൺ സബ്ജക്ട് അടക്കം സിവിലില്, പിന്നെ ആ 25 മാർക്സ് മെക്കാനിക്കലില്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 മാർക്കാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറെ ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ്. പിന്നെ കുറച്ച് ജിയോടെക് എന്നുള്ള ടോപ്പിക്കുകളൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട് കുറച്ച്. അടുത്ത ഫാം പവർ ആൻഡ് മെഷീനറി ആണ്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 10 മാർക്കാണ്. അപ്പം അത്യാവശ്യം കുറച്ച് വെയിറ്റേജ് കൂടുതലുണ്ട്. ഇതിൽ നിങ്ങൾക്ക് മെക്കിന്റെ കുറച്ച് ടോപ്പിക്കുകൾ കാണാം. എഞ്ചിൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പൊ മെക്കുകാർക്ക് അത് കുറച്ചുകൂടെ ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നുണ്ട് ഈ ഒരു മൊഡ്യൂള്. നെക്സ്റ്റ് പോസ്റ്റ് ഹാർവസ്റ്റ് എഞ്ചിനീയറിംഗ്. അതൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ, ആ ഒരു നമ്മൾ ചിലപ്പോൾ കണ്ടു പരിചയമുള്ള കുറെ കാര്യങ്ങളായിരിക്കും. പക്ഷെ അതിനെ കുറച്ച് ടെക്നിക്കൽ ആസ്പെക്റ്റിലുള്ള അത് അഗ്രികൾച്ചറിൽ ആരും പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മളും കൂടി ഒന്ന് ഒരു ചെറിയൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്നുള്ള ഐഡിയോട് കൂടി ആയിരിക്കും മിക്കവാറും സിലബസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു പോസ്റ്റ് ഹാർവെസ്റ്റിംഗ്, ആ ഹാർവെസ്റ്റിംഗിന് ശേഷമുള്ള ഒരു പ്രോസസിംഗും കാര്യങ്ങളൊക്കെയാണ് മെയിൻലി ആ ഒരു സിലബസിൽ കാണിച്ചത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആ ഒരു സിലബസിന്റെ കാര്യങ്ങൾ. പിന്നെ ഇതിൽ നമ്മൾ രണ്ടാമതും മെക്കിന്റെ സിലബസ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. കാരണം അതേ ടോപ്പിക് ആണ്. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതൊരു ടേബിൾ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു അവസരമാണ്. മെക്കാനിക്കലും അതേപോലെ അഗ്രികൾച്ചർ കഴിഞ്ഞവർക്കൊക്കെ നല്ലൊരു അവസരം തന്നെയാണ്. കാരണം അത്യാവശ്യം നല്ല വെയിറ്റേജും വരാൻ പോകുന്ന ഒരു എക്സാം ആണ്. എന്താ പറയാ, എക്സാമിന് നല്ലോണം വേക്കൻസീസും വരും. അത് മാത്രമല്ല ഏകദേശം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും വെയിറ്റേജുകളും കോമൺ സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സിലബസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ
ഈ ഒരു എക്സാം, അതായത് വാട്ടർ അതോറിറ്റി 3rd ഗ്രേഡ് എക്സാം, അതേപോലെ വർക്ക് സൂപ്രണ്ടന്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഓൾറെഡി നമ്മുടെ ബാച്ചസ് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല എന്താ പറയാ, റെക്കോർഡഡ് ആയിട്ടുള്ള സെഷൻസ് ആണ് നമ്മുടെ ബാച്ചിലുള്ളതെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ലൈവ് ഡിസ്കഷൻ സെഷൻസും നമ്മൾ ആപ്പ് വഴി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 75 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാച്ച് തുടങ്ങിയിട്ടുള്ളത്, പക്ഷേ സെപ്റ്റംബർ 23 എന്നുള്ള ഡേറ്റ് 75 മാറി കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആയിട്ട് കിട്ടും നമ്മുടെ ബാച്ച്. അപ്പൊ നമ്മൾ ബാച്ച് തുടങ്ങിയ സമയത്ത് സെപ്റ്റംബർ 23 ആയിരുന്നു നമ്മുടെ എക്സാം ഡേറ്റ്. അതുകൊണ്ടാണ് നമ്മൾ 75 ഡേയ്സ് ക്രാഷ് ബാച്ച് എന്ന് പറഞ്ഞ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡഡ് ആവും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മെക്കാനിക്കലിന്റെ ടോപ്പിക്സും കൂടെ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബാച്ച് ഫോർമുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് മാത്രമല്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, എക്സ്പേർട്ട് ആയിട്ടുള്ള മെന്റർഷിപ്പ് അവൈലബിൾ ആയിരിക്കും, പിന്നെ സ്റ്റുഡന്റ് സപ്പോർട്ട് എന്നുള്ളതാണ് ഒരു മെയിൻ പരിപാടി അല്ലേ. എല്ലാവർക്കും, അതായത് നമ്മുടെ ബാച്ചിൽ വരുന്ന ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയങ്കര സപ്പോർട്ടാണ്, കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. അതേ എല്ലാ എന്താ പറയാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബാച്ച് ആരംഭിക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ് മാത്രമല്ല, നമ്മൾ അതിന്റെ കൂടെ ലൈവ് സെഷൻസും ഒരുപാട് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു വീക്ക്ലി ഒരു 2 ലൈവ് സെഷൻസ്, അതായത് നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും അതുപോലെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ പെർ വീക്ക് ഒരു 2 ലൈവ് സെഷൻസ് എങ്കിലും കണ്ടക്ട് ചെയ്യുന്നതും കൂടി ഉണ്ട് ഇതിന്റെ കൂടെ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ബാച്ചിന്റെ കാര്യം. അത് മാത്രമല്ല പുതിയ ഓവർസിയർ സിവിൽ ഓൺലൈൻ ക്ലാസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഒരു നല്ല രീതിയിൽ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് മുന്നോട്ടേക്ക് പോയി നല്ല റാങ്ക് വാങ്ങി സർക്കാർ ജോലിക്ക് കയറാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ഓവർസിയർ സിവിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ഒരു കോഴ്സ് ഫീ എന്ന് പറയുന്നത് 4,999 ആണ്. അപ്പൊ അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 25-നാണ്. അപ്പൊ നിങ്ങൾ ഉടൻ തന്നെ അല്ലെ പെട്ടെന്ന് തുടങ്ങിയാൽ പെട്ടെന്ന് ഒരു സർക്കാർ ജോലിക്ക് അല്ല, അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ജോലിയിലേക്ക് അത് മാത്രമല്ല, ഇപ്പൊ ഈ പാസ് ഔട്ട് ആവുന്ന ഒരു സമയമാണ്. അതായത് ഫൈനൽ ഇയർ സ്റ്റുഡൻസ്, ഡിപ്ലോമ ഹോൾഡേഴ്സ് ആണെങ്കിലും ബിടെക്കാരൊക്കെ പാസ് ഔട്ട് ആവുന്ന ഒരു പീരീഡ് ആണ് ഇപ്പോൾ. അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന്, സാർ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്, വളരെ പെട്ടെന്ന് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടാൻ സാധിക്കും. അപ്പം എത്ര നേരത്തെ പ്രിപ്പറേഷൻ തുടങ്ങുന്നു, എത്ര നേരത്തെ പഠിച്ചു തുടങ്ങുന്നു, അത്രയും നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. അത് മാത്രമല്ല, കൃത്യമായിട്ട് ഒരാളുടെ മെന്റർഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് പഠിക്കുന്നതിനേക്കാളും ഏറ്റവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ PSCക്ക് പഠിക്കുന്നതും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതായത് നമ്മൾ കോളേജിലുള്ള എക്സാമിന് പഠിക്കുന്നതും രണ്ടും ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ PSCക്ക് പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഒരു വേ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ടുള്ള രീതിയിൽ സിലബസ് ഒക്കെ നോക്കി അതേപോലെ കൃത്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. നമ്മുടെ ആദ്യത്തെ ബാച്ചിന്റെ റിസൾട്ട് ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ. പ്ലാൻഡ് ആയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷൻസിന്റെ ഒരു വലിയൊരു എന്താ പറയുക ഒരു റിസൾട്ട് കാണിച്ചത് കാര്യമാണ്. നമ്മൾ ആ ഒരു ഫസ്റ്റ് ബാച്ചുകളിൽ തന്നെ ഒരുപാട് കുട്ടികൾ നല്ല റാങ്ക് കൂടി ഫസ്റ്റ് റാങ്ക് അടക്കം വാങ്ങിയിട്ട് ആദ്യത്തെ 10ലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നമ്മളോടൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാല് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആരെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിലുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എന്തായാലും എല്ലാവരും എക്സാമിന്റെ പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി കാണുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് സിലബസ് മാറി നോർത്ത് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ആ ഒരു പ്രിപ്പറേഷൻ അങ്ങനെ തന്നെ അതേ ഒരു ആംബിയൻസിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പൊ നമുക്ക് അപ്പൊ എല്ലാവരെയും നമുക്ക് ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഓൾ.